കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനും പറഞ്ഞിരുന്നു. ഈ യൂണിറ്റിൽ ഇനി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഓബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 3 ചലന സമവാക്യങ്ങൾ, അതായത് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആ 3 ഇക്വേഷൻസും നമുക്ക് ഏറെ പരിചയമുള്ളതാണ്. ഒന്ന്, v = u + at, അതായത് ഫൈനൽ വെലോസിറ്റി = ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ s = ut + ½at². യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു ഓബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ്. ഇനി അവസാനത്തേത് v² = u² + 2as. ഇതും ഫൈനൽ വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഫിസിക്സിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായ ചില ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ ഇനിഷ്യൽ വെലോസിറ്റിയെ u എന്ന അക്ഷരം കൊണ്ടും ഫൈനൽ വെലോസിറ്റി v എന്ന അക്ഷരം കൊണ്ടും അതുപോലെ ആക്സിലറേഷനെ a കൊണ്ടും ടൈമിനെ t കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. നമ്മുടെ പുസ്തകത്തിൽ ഇനിഷ്യൽ വെലോസിറ്റിയെ u എന്ന അക്ഷരത്തിന് പകരം v0 എന്നാണ് സൂചിപ്പിക്കുക. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് s എന്നതിന് പകരം x ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഡെറിവേഷനിലേക്ക് സൗകര്യം നമ്മളുടെ പഴയ ഇക്വേഷൻ ആയതുകൊണ്ട് അതാണ് ഞാനിവിടെ ഫോളോ ചെയ്യുക. ഏതായാലും കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റി എഴുതുകയും ചെയ്യാം. അപ്പോൾ നോക്കൂ, v = u + at എന്നത് നമ്മുടെ ടെക്സ്റ്റിൽ v = v0 + at, അതുപോലെ s = ut + ½ എന്നത് x = v0t + ½ അവസാനത്തെ ഇക്വേഷനായ v² = u² + 2as എന്നത് v² + v02 + 2ax എന്നാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് എന്ന് ഓർക്കുക. ഏതായാലും നമുക്ക് ഈ 3 വാക്യങ്ങളും ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഡിറൈവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് 2 അല്ലെങ്കിൽ 3 സ്കോറിനുള്ള ചോദ്യങ്ങളായി വരാറുമുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. നാം ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ള 2 കാര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടാണ് ഈ സമവാക്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് വെലോസിറ്റി ടൈം ഗ്രാഫുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചൊരു കാര്യമാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആ ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ കണക്കാക്കിയാൽ ആ കിട്ടുന്ന സംഖ്യ എന്താണോ അതായിരിക്കും ആ ടൈമിൽ ആ ഓബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ റിലേഷൻ ഏത് രൂപത്തിലുള്ള ചലനങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് യൂണിഫോം മോഷനാകാം, നോൺ യൂണിഫോം മോഷനാകാം, അതുപോലെ യൂണിഫോം ആക്സിലറേറ്റ് മോഷനാകാം. ഏത് മോഷനിലും വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ ന്യൂമറിക്കലി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം ആക്സിലറേഷൻ്റെ ബേസിക് ഇക്വേഷനാണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v - u/t, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഈ 2 കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് ആമുഖമായി പറഞ്ഞതാണ്. ഈ ഡെറിവേഷൻ സത്യത്തിൽ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് എത്തിച്ചേരേണ്ട റിസൾട്ട് നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഒരു തുടക്കം കിട്ടിയാൽ പിന്നീട് യുക്തി ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി നമുക്ക് നമ്മുടെ റിക്വയർഡ് റിസൾട്ടിലേക്ക് എത്താവുന്നതാണ്. നമുക്ക് ഏതായാലും ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്താണത്? v = u + at. അത് ഡിറൈവ് ചെയ്യണം. നോക്കൂ, ഈ ഇക്വേഷനിൽ ഏതൊക്കെ വേരിയബിളാണ് ഉള്ളതെന്ന് നോക്കൂ, അല്ലെങ്കിൽ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അതിലുള്ളതെന്ന് നോക്കൂ.
ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രാഥമികമായി അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്നാൽ v മൈനസ് യു ബൈ ടി ആണ്. ആ ഇക്വേഷൻ അവിടെ എഴുതി. a ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. നമുക്കറിയാം a ആക്സിലറേഷനാണ്, v ഫൈനൽ വെലോസിറ്റിയാണ്, യു ഇനിഷ്യൽ വെലോസിറ്റിയാണ്, ടി ടൈമാണ്. ഈ ഇക്വേഷനിലുള്ള എല്ലാ വേരിയബിളും നമുക്കാവശ്യമായ v ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ ഇല്ലേ എന്ന് നോക്കൂ. അതായത് നമുക്ക് എത്തിച്ചേരേണ്ടത് v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന റിലേഷനിലേക്കാണ്. നമ്മളിപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നാം രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വേരിയബിൾസും എല്ലാ ചരങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് മതിയാകും? ഈ ഇക്വേഷനെ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ഇതിനെ നമുക്ക് നമ്മുടെ ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കൂ, അപ്പോൾ എന്താകും? v മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് എത്തിച്ചേരേണ്ട ഇക്വേഷനിലേക്ക് ഒന്നുകൂടെ നോക്കൂ. നമുക്ക് എത്തിച്ചേരേണ്ടത് v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? v മൈനസ് യു ഈക്വൽ ടു എ ടി. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മുടെ ആവശ്യമായ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഫൈനൽ വെലോസിറ്റിയായ v മാത്രം മതി. പക്ഷേ നമ്മളിപ്പോൾ എഴുതി വെച്ച ഇക്വേഷനിൽ എന്തുണ്ട്? അതുണ്ട്, കൂടാതെ ഒരു യു എന്നൊരു ടേം ഉണ്ട്. അത് നമ്മെ സംബന്ധിച്ചോളം ഈ ഇക്വേഷൻ്റെ ഇടതുവശത്ത് ആവശ്യമില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഇക്വേഷൻ്റെ വലതുവശത്ത് അത് വരികയും ചെയ്യണം. അപ്പോൾ ഒരു സംശയവുമില്ല, എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ്റെ ഇടതുവശത്തുള്ള മൈനസ് യു എന്ന ടേമിനെ വലതുവശത്തേക്ക് മാറ്റി എഴുതിയാൽ മതി. നോക്കൂ, എന്ത് കിട്ടി? v ഈക്വൽ ടു മൈനസ് യു റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ പ്ലസ് യു ആയി, അതവിടെ എഴുതി. പ്ലസ് എ ടി എന്നത് ഓൾറെഡി ആർ എച്ച് എസിലുണ്ടായിരുന്നു, അതും എഴുതി. ദെൻ v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടി. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പുസ്തകത്തിൻ്റെ രീതിയിലേക്ക് എഴുതിയാൽ ഇതിനെ v ഈക്വൽ ടു v0 പ്ലസ് എ ടി എന്ന് എഴുതാം. അതും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. എന്താണ് ഇക്വേഷൻ? s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇങ്ങനെ ഇക്വേഷനിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താഴെയുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അവിടെ തുടങ്ങാം. അതായത് നമുക്ക് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് പരിഗണിക്കാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എ ബി എന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്കറിയാം അത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഈ എ ബി എന്ന ഗ്രാഫിന് താഴെ വരുന്ന ലൈനിന് താഴെ വരുന്ന ഏരിയ കണ്ടാൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം, എയുടെ പോയിന്റിൽ അവിടെ ഞാൻ യു എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി, അവിടെ ഞാൻ വി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും മാർക്ക് ചെയ്തു. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ടൈം മാർക്ക് ചെയ്തു, അപ്പോൾ അവിടെ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുക? തുടക്കത്തിൽ ഇതിൻ്റെ വെലോസിറ്റി യു ആയിരുന്നു. ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കവിടെ ഒരു ട്രപ്പീസ്യമാണ് കാണാൻ കഴിയുക. അതായത് ഒ എ എന്ന സൈഡും ബി ഡി എന്ന സൈഡും പാരലലാണ്. അപ്പോൾ ഏരിയ കാണേണ്ട ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രപ്പീസിൻ്റെ ഏരിയ കാണാൻ അറിയാം. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഞാൻ സൗകര്യത്തിന് വേണ്ടി മറ്റൊരു മാർഗം ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളുമാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടി സെക്കൻഡ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒ എ സി ഡി എന്ന റെക്റ്റാങ്കിളിൻ്റെയും എ സി ബി എന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ OACD പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ACB. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ് നമുക്കറിയാലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ OA ഇൻറ്റു OD എന്നെഴുതി, പ്ലസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് BC ഇൻറ്റു AC ഇൻറ്റു BC എന്ന് എഴുതിയാലും മതി, ഞാനിങ്ങനെ എഴുതിയത് മാത്രം. അപ്പോൾ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OD പ്ലസ് ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AC. ഇനി ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, OA എന്നത് ഗ്രാഫിൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. OD എന്ന് പറയുന്നത് വെലോസിറ്റി ചേഞ്ചിനെടുത്ത സമയമാണ്, ടൈമാണ്, T ആണ്. പിന്നെയുള്ള എന്താണ്? BC. ഈ BC എന്നത് ഗ്രാഫിൽ കൃത്യമായി ഒരു വാല്യൂ അല്ല. അതുകൊണ്ട് ഞാൻ BC എന്ന ലെങ്തിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നോക്കൂ, BC എന്നതിനെ ഞാൻ DB മൈനസ് DC എന്നെഴുതി. ശരിയാണോ? നിങ്ങൾ നോക്കൂ, DB മൈനസ് DC, അത് BC ആയിരിക്കുമല്ലോ. അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണ്? അങ്ങനെ എഴുതിയാൽ DB എന്നത് ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. DB എന്നത്, അതായത് D മുതൽ B വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എഴുതാം. ഇനി DCയോ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എഴുതാം. അപ്പോൾ ഗ്രാഫിൽ നിന്ന് എല്ലാ വാല്യൂ എഴുതാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ BC എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OD പ്ലസ് ഹാഫ് ഇൻറ്റു DB മൈനസ് DC ഇൻറ്റു AC. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ലൈനിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ കൊടുക്കാം. അപ്പോൾ നോക്കൂ, OA, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ O മുതൽ A വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഗ്രാഫിൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. OD എന്നത് ടൈം T ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു DB മൈനസ് DC. DBക്ക് ഫൈനൽ വെലോസിറ്റിയായി V കൊടുത്തു, മൈനസ് U ഇൻറ്റു T. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ, S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് ഇൻറ്റു V മൈനസ് U ഇൻറ്റു T ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് എത്തിച്ചേരേണ്ട ഇക്വേഷൻ മനസ്സിൽ ഓർത്തു നോക്കൂ, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. നമ്മൾ എത്തി നിൽക്കുന്ന ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് S ഉണ്ട്, UT വേണം, UT എന്നൊരു പദം വേണം. നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഇക്വേഷനിൽ UTയും വന്നിട്ടുണ്ട്. ഇനി മറ്റെന്താ വേണ്ടത്? ഹാഫ് AT സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, AT സ്ക്വയറിൻ്റെ ഭാഗത്താണ് പ്രശ്നം. T ഉണ്ട്, T സ്ക്വയർ ഇല്ല. അതുപോലെ ആക്സലറേഷൻ പദം വന്നിട്ടുമില്ല. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ ആക്സിലറേഷൻ എന്ന ഒരു വേരിയബിൾ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യമായ ഇക്വേഷനിൽ എത്താൻ പറ്റൂ എന്നുള്ളത് വ്യക്തമാണ്. അതിനുവേണ്ടി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നമ്മൾ ഇത്തരത്തിൽ എവിടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴും ആവശ്യമായ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആവശ്യം നോക്കിയാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കൂ, ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ആക്സലറേഷൻ എന്നൊരു വേരിയബിൾ വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വരേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്ന ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് A ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T എന്ന സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്. അതിനെ റീഅറേഞ്ച് ചെയ്താൽ V മൈനസ് U ഈസ് ഈക്വൽ ടു AT എന്ന് എഴുതാൻ പറ്റും. V മൈനസ് U എന്നത് A ഇൻറ്റു Tക്ക് തുല്യമാണ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതിയിട്ടുണ്ടാക്കിയ ആ ഇക്വേഷനിൽ V മൈനസ് U എന്നതിൻ്റെ സ്ഥാനത്ത് AT എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി നോക്കൂ, നമ്മുടെ റിസൾട്ടിൽ എത്തിക്കഴിഞ്ഞു. S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് ഇൻറ്റു V മൈനസ് യുവിന് AT കൊടുത്തു ഇൻറ്റു T. എന്ത് ചെയ്യാം? T ഇൻറ്റു T സ്ക്വയർ എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷൻ ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ടെക്സ്റ്റിലേതുപോലെ മാറ്റി എഴുതുമ്പോൾ
എക്സ് ഈസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് മാറ്റി എഴുതുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അവസാന ഇക്വേഷനിലേക്ക് പോകാം. എന്താണിത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചെയ്തു വന്ന രീതി തന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് വഴിമാറി സഞ്ചരിച്ചാൽ നമുക്ക് ആ ഇക്വേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ ഭാഗം വീണ്ടും ആവർത്തിക്കുകയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ വെച്ച് ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. നോക്കൂ, യു ടി എന്നതിന് അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ ടേമിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, യു ടി പ്ലസ് ബ്രാക്കറ്റിനകത്തുള്ള വി യു എന്ന് രണ്ടിനും കോമൺ ആയിട്ടാണ് ഹാഫ് വരിക. അപ്പോൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും നോക്കൂ, ഹാഫ് ഇൻറ്റു വി ഇൻറ്റു ടി മൈനസ് ഹാഫ് ഇൻറ്റു യു ഇൻറ്റു ടി. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 3 പദങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, അതിൽ ഒന്നാമത്തെ പദം യു ടി ആണ്, അവസാനത്തെ പദമാണോ ഹാഫ് യു ടി. അപ്പോൾ നമുക്കറിയാം യു ടി മൈനസ് ഹാഫ് യു ടി ആണ്. അപ്പോൾ യു ടിയിൽ നിന്ന് ഹാഫ് യു ടി കുറച്ചാൽ ഹാഫ് യു ടി ബാക്കിയുണ്ടാകും. അതായത് 1 യു ടിയിൽ നിന്ന് ഹാഫ് യു ടി കുറയ്ക്കുമ്പോൾ ബാക്കി ഉണ്ടാവുക ഹാഫ് യു ടി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് വി ടി പ്ലസ് ഹാഫ് യു ടി എന്നെഴുതുന്നു. അതായത് യു ടി പ്ലസ് ഹാഫ് വി ടി മൈനസ് ഹാഫ് യു ടി എന്ന പദത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പദങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് യു ടി എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണെന്ന് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് വി ടി പ്ലസ് ഹാഫ് യു ടി. ഇനി നമുക്ക് ഹാഫ് ടി എന്നത് കോമൺ ഫാക്ടറാണ്, രണ്ടിലുമുണ്ട്, അത് വെളിയിലെടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? വി പ്ലസ് യു ഇൻറ്റു ടി ബൈ 2 എന്നെഴുതാം. ഓക്കെ, അതായത് എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു ടി ബൈ 2. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് നമുക്ക് എത്തേണ്ടത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷനിൽ ടൈം ആവശ്യമില്ല. നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷനിൽ ടി എന്ന വേരിയബിൾ വരുന്നേയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിലെ ടൈം എന്ന വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പഴയ ഇക്വേഷനായ ആക്സിലറേഷൻ തന്നെ എടുക്കാം. നമുക്കറിയാം എന്തോന്നാ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അതിനെ തിരിച്ചെഴുതിയാൽ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്നെഴുതാം. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതി വെച്ച ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിലെ ടിക്ക് പകരം ഇത് മാറ്റി എഴുതാം. അപ്പോൾ എന്താ ഗുണം? 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്കവിടെ ടി ആവശ്യമില്ലാത്തതുകൊണ്ട് ടി പോയി കിട്ടും. മറ്റൊന്ന്, നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷനിൽ ആക്സലറേഷൻ ഉണ്ട്. ഇത് ചേർക്കുക വഴി ഇക്വേഷനിലേക്ക് ആക്സലറേഷൻ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എന്താ നോക്കൂ, വി പ്ലസ് യു ബൈ 2 എന്നത് അവിടെ എഴുതി ടിയുടെ സ്ഥാനത്ത് വി മൈനസ് യു ബൈ എ എന്ന് കൊടുത്തു. ഇനി നോക്കൂ, ഇതിന് ന്യൂമറേറ്റർ എന്താണെന്ന് നോക്കൂ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. അഥവാ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. നമുക്കറിയാം അത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആയിരിക്കും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആകുന്നത് പോലെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എവിടെ എത്തി? എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. നമുക്ക് കിട്ടേണ്ടതോ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് ആവശ്യമായ എല്ലാ പദങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് എത്തിച്ചേരേണ്ട ഇക്വേഷനിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തല്ല കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്തേക്കുക, നമുക്ക് ഇടതുവശത്ത് വി സ്ക്വയർ ആണ് വരേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്ന് എഴുതുക. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വി സ്ക്വയർ ഈക്വൽ ടു സംതിങ് ആണ്. ഇടതുവശത്ത് എന്തുണ്ട്? വി സ്ക്വയറിനോട് ചേർന്ന് ഒരു മൈനസ് യു സ്ക്വയർ എന്ന പദം വന്ന് കിടക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്തേക്കുക, വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ദെൻ
വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുസ്തകത്തിലേതുപോലെ എഴുതിയിട്ടുണ്ട്. എന്താണ് വരിക? വി സ്ക്വയർ ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എക്സ്. നമ്മുടെ പുസ്തകത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സർസൈസ് പരിശോധിക്കാം. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന പരിശീലന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സർസൈസുകൾ എല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളത് തികച്ചും അസാധ്യമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങൾ മാത്രമാണ് സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായൊരു ചോദ്യം കാണുക. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 29.4 മീറ്റർ പെർ സെക്കൻഡ്. 29.4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു കല്ലിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനി അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? അങ്ങനെ കല്ലെറിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും, ആക്സിലറേഷൻ എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം, ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ആ വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി 0 ആകുന്നത് വരെ മാത്രമാണ് ഇത് മുകളിലേക്ക് പോവുക. വെലോസിറ്റി 0 ആയി കഴിയുമ്പോഴാണ് ഇത് തിരിച്ച് താഴേക്ക് വരാൻ തുടങ്ങുക. അതായത് വെൻ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് ഇറ്റ്സ് വെലോസിറ്റി വിൽ ബി 0. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ ഉത്തരം കിട്ടി. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി ആ സമയത്ത് അവിടുത്തെ ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഈ കല്ല് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫീൽഡിലൂടെയാണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ കല്ല് മുകളിലേക്ക് ഉയരുന്നു, മാക്സിമം ഹൈറ്റിലെത്തുന്നു, തിരിച്ച് താഴേക്ക് പോകുന്നു. ഈ സന്ദർഭങ്ങളിൽ മുഴുവൻ സമയവും ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. ഒരു ഓബ്ജക്റ്റിൻ്റെ ആക്സിലറേഷനിൽ മാറ്റം സംഭവിക്കുന്നത്, അതിൻ്റെ ഡിറക്ഷനാകട്ടെ മാഗ്നിറ്റ്യൂഡാകട്ടെ മാറുന്നത് അതിൽ പ്രയോഗിക്കപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം, ഈ കല്ല് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ച് താഴെ വരുന്നത് വരെ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ ഡിറക്ഷനിലോ ഒരു മാറ്റവും വരുന്നില്ല. അതിനാൽ എറിയുമ്പോൾ അറ്റ് വെരി ബിഗിനിങ് ഇതിൻ്റെ ആക്സിലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നത് കൊണ്ട് ഇത് മാക്സിമം ഉയരത്തിലെത്തുമ്പോഴും തിരിച്ച് താഴേക്ക് സഞ്ചരിക്കുമ്പോഴും ജസ്റ്റ് തറയിൽ എത്തുന്നത് വരെയും ഇതിൻ്റെ ആക്സിലറേഷൻ പഴയത് തന്നെയായിരിക്കും, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് പറയാം? അറ്റ് ദ മാക്സിമം ഹൈറ്റ് ആക്സിലറേഷൻ ഈസ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഫൈനൽ ഉത്തരം അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി ഒരു പ്രധാന കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി പൊസസിങ് ആക്സിലറേഷൻ ബട്ട് 0 വെലോസിറ്റി? 0 വെലോസിറ്റി ഉള്ളൊരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുക സാധ്യമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി 0 ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ സ്വാഭാവികമായും ആക്സിലറേഷൻ 0 ആകണം. പക്ഷേ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് കേസ്? വെൻ എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ് വെൻ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി വിൽ ബി 0 ബട്ട് ഇറ്റ് വിൽ ഹാവ് ആക്സിലറേഷൻ ദാറ്റ് ഈസ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കുത്തനെ മുകളിലേക്ക് എറിയുന്ന ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഉയരത്തിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആണെങ്കിലും അതിൻ്റെ ആക്സിലറേഷൻ 0 അല്ല. ഇനി അതിൽ അടുത്ത ചോദ്യം നോക്കൂ. ടു വാട്ട് ഹൈറ്റ് ഡസ് ദ ബോൾ റൈസ് ആൻഡ് ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്? സിയിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇങ്ങനെ എറിഞ്ഞാൽ 29.4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്, വെലോസിറ്റിയിലാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ഉയരത്തിൽ വരെ അത് ഉയരും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത്തരത്തിലുള്ള ചോദ്യം തന്നാൽ എപ്പോഴും നമ്മൾ ചെയ്യുക, തന്നിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയി എഴുതി വയ്ക്കുക. അതിനുശേഷം സ്യൂട്ടബിളായ ഇക്വേഷൻ സെലക്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വായിച്ചിട്ട് ഓരോന്ന് എഴുതി വയ്ക്കാം. എന്താണ് നോക്കൂ. ഒന്ന് തന്നിരിക്കുന്നത് ഇതിൻ്റെ
ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ u ഈക്വൽ ടു 29.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി. ഇനി ഫൈനൽ വെലോസിറ്റി ഡയറക്റ്റായി തന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഇൻഡയറക്റ്റായി നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി. കാരണം എത്രമാത്രം ഉയരത്തിലെത്തും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? വെലോസിറ്റി 0 ആകുന്നത് വരെയാണ് അത് ഉയരുക. അത് മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എപ്പോഴാണോ വെലോസിറ്റി 0 ആകുന്നത് ആ സമയത്ത് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അവസാനിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം ആ അവസ്ഥയിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ടുണ്ടാകും. അഥവാ ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും അറിയാം, ഫൈനൽ വെലോസിറ്റി 0 ആണെന്നും അറിയാം. ഇനി അടുത്തത് ഇതിൻ്റെ ആക്സലറേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആക്സലറേഷൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം മുകളിലേക്ക് വലിച്ചെറിയുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 9.8 ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? വെൻ ഇറ്റ് ഈസ് മൂവിങ് അപ്പ് വെലോസിറ്റി ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്സലറേഷൻ നെഗറ്റീവായി പരിഗണിക്കുക. അപ്പോൾ മുകളിലേക്ക് എറിയുന്ന കല്ലിൻ്റെ ആക്സലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് എഴുതി വെച്ചു. ഇനി എന്താണ് നമുക്കിവിടെ കാണേണ്ടത്? എത്രമാത്രം ഉയരും എന്നാണ്. അതിന് നമുക്ക് ലാംഗ്വേജ് മാറ്റാം. അതായത് കല്ലിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമെന്ന് കണ്ടാലും മതി. അഥവാ നമുക്കിവിടെ കാണേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആകുമ്പോൾ കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടാൽ അത് തന്നെയായിരിക്കും കല്ലിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? അനുയോജ്യമായ ഇക്വേഷൻ സിലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉൾപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ v = u+at ആണ്. അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അടുത്തത് എന്താണ്? s = ut + ½ at² ആണ്. അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ s = ut + ½ at² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നമുക്ക് ടൈം ആവശ്യമായി വരുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മുടെ കയ്യിൽ എന്തില്ല? ടൈം ഇല്ലാത്തത് കൊണ്ട് s = ut + ½ എന്ന ഇക്വേഷൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി അടുത്ത ഇക്വേഷനോ v² = u² + 2as. അതിലേതായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് എന്ന പാരാമീറ്റർ ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഇനിയോ മറ്റുള്ള വേരിയബിളിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് അറിയാവുന്ന നോക്കൂ. v ഫൈനൽ വെലോസിറ്റി അറിയാം, 0 ആണെന്നറിയാം. u 29.4 ആണെന്നറിയാം. a -9.8 ആണെന്നറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വിയുടെ സ്ഥാനത്ത് 0 കൊടുത്തു, ഈക്വൽ ടു u², ദാറ്റ് ഈസ് 29.4 × 29.4 പ്ലസ് 2 × -9.8 × s അറിയില്ലല്ലോ, അത് കണ്ടുപിടിക്കണം. അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കൂ. അതിലിപ്പോൾ യഥാർത്ഥത്തിൽ 3 പദങ്ങളുണ്ട്, 3 ടേംസ് ഉണ്ട്. അതിൽ വലതുവശത്തെ രണ്ടാമത്തെ ടേം 2 × 9.8 × s എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ അതിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് നോക്കൂ. 2 × 9.8 × s is equal to 29.4 × 29.4 or s is equal to 29.4 × 29.4 divided by 2 × 9.8. അവിടെ ഞാൻ 29.4 9.8 ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്, നീല കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊതുപരീക്ഷയിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ മറ്റു മത്സര പരീക്ഷകളിൽ പോകുമ്പോൾ നമുക്കവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഇനിഷ്യൽ വെലോസിറ്റി 29.4 എന്ന് തന്നത് ഡെലിബറേറ്റ് ആയിട്ട് തന്നതാണ്. അത് 9.8ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന സന്ദർഭത്തിൽ എളുപ്പത്തിൽ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംഖ്യ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 29.4ഉം 9.8ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വേണ്ടി കളർ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഏതായാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കിട്ടുക? s is equal to 88.2/2 equal to 44.1 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 29.4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വെലോസിറ്റിയിൽ ഒരു കല്ലിനെ കുത്തനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ അത് മാക്സിമം 44.1 മീറ്റർ വരെയാണ് ഉയരുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇങ്ങനെ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ
തിരിച്ച് അത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ അവിടെയും നമ്മൾ ചില യുക്തി പ്രയോഗിക്കുക. അപ്പോൾ നോക്കൂ, ഇനിഷ്യൽ വെലോസിറ്റി 29.4 ആണ്. തിരിച്ച് ഗ്രൗണ്ടിൽ വരുന്നത് എത്ര സമയത്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഫൈനൽ വെലോസിറ്റി, ആ സമയത്ത് വെലോസിറ്റി 0 എന്ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ വെലോസിറ്റി 0 അല്ല. പക്ഷെ നമുക്കറിയാം തിരിച്ച് ഗ്രൗണ്ടിൽ വരുമ്പോൾ കല്ലിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഹിയർ S=0 എന്ന് എഴുതാം. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. കല്ല് പ്രൊജക്റ്റ് ചെയ്തു, തിരിച്ച് ഗ്രൗണ്ടിലെത്താൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്നത് എത്ര സമയത്തിന് ശേഷമായിരിക്കുമെന്നാണ് ആ ചോദ്യം യഥാർത്ഥത്തിൽ. അപ്പോൾ S=0 കൊടുത്തു. ആക്സിലറേഷൻ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ -9.8 m/s² എന്ന് എഴുതി. ഇനി എന്ത് വേണം? സ്യൂട്ടബിളായ ഇക്വേഷൻ വേണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈമുള്ള ഇക്വേഷൻ വേണം. അപ്പോൾ v=u+at എന്ന ഇക്വേഷനിൽ എന്തുണ്ട്? t ഉണ്ട്. പക്ഷേ നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയില്ലാത്തത് കൊണ്ട് v=u+at എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ അത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത ഇക്വേഷൻ s=ut+half-at² ആയാലോ? അതിൽ s നമുക്കറിയാം 0 ആണെന്നറിയാം. t ആണ് കണ്ടുപിടിക്കേണ്ടത്. u, a എന്നിവ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? വിലകൾ കൊടുക്കുക. s-ന് 0 കൊടുത്തു. u 29.4 × t പ്ലസ് ഹാഫ് ഇൻറ്റു -9.8 × t². സിംപ്ലിഫൈ ചെയ്തു. അതായത് 9.8ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തപ്പോൾ അത് 4.9 t² ആകുന്നുണ്ട്. അങ്ങനെ ഇക്വേഷൻ എന്തായി മാറി? 0 = 29.4 × t മൈനസ് 4.9 t². ഇനി നോക്കൂ, റൈറ്റ് സൈഡിൽ 2 പദങ്ങളുണ്ട്. അതിൽ 4.9 t² എന്നുള്ളത് നെഗറ്റീവാണ്. അതിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി എഴുതി. അപ്പോൾ 4.9 t² = 29.4 × t എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇക്വേഷൻ്റെ 2 സൈഡിലും t കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം, ഒരു t ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്താകും? 4.9 t = 29.4 എന്ന് കിട്ടും. ഓർ t = 29.4 / 4.9 = 6 സെക്കൻഡ് എന്ന് കിട്ടുന്നു. അതായത് 6 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത് തിരിച്ച് ഗ്രൗണ്ടിലെത്തുക, അല്ലെങ്കിൽ എറിഞ്ഞ സ്ഥലത്ത് തിരിച്ചെത്തുക. ഇനി നമുക്ക് ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. ചോദ്യം നോക്കൂ. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റഡ് യൂണിഫോംലി ഫോർ 20 സെക്കൻഡ്സ് ടു എ വെലോസിറ്റി ഓഫ് 20 m/s. It then moves with a uniform velocity for 12 seconds and then brought to rest in 10 seconds under uniform retardation. അതായത് ഒരു ബസ് റെസ്റ്റിലായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ 20 സെക്കൻഡ് സമയം കൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 നിന്നും 20 m/s ആകുന്നു എന്നാണ്. അങ്ങനെ 20 m/s ആയതിനു ശേഷം തുടർന്ന് പിന്നെ 12 സെക്കൻഡ് നേരത്തേക്ക് ആ ബസ് അതേ വെലോസിറ്റിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ 20 സെക്കൻഡ് നേരം ആക്സിലറേറ്റ് ചെയ്യുന്നു. അടുത്ത 12 സെക്കൻഡ് നേരത്തേക്ക് ബസ് ഒരേ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ 32 സെക്കൻഡിന് ശേഷം ബസ്സിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയാൻ തുടങ്ങുന്നു. 10 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലാകുന്നു എന്നാണ്. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് എടുത്തു. എക്സ് വൈ ആക്സുകൾ അടയാളപ്പെടുത്തി. എക്സ് വൈ ആക്സുകൾ വരച്ചു. എക്സ് ആക്സിൽ ടൈം എന്നും വൈ ആക്സിൽ വെലോസിറ്റി എന്നും എഴുതി. എന്ത് ചെയ്യണം? ഇവിടെ ഗ്രാഫിന് 3 ഭാഗങ്ങൾ ഉണ്ടാകും. ആദ്യം ആക്സിലറേഷൻ, പിന്നെ യൂണിഫോം മോഷൻ, പിന്നെ യൂണിഫോം റിട്ടാർഡേഷൻ. ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് എവിടെ തുടങ്ങും? ഒറിജിനിലായിരിക്കും തുടങ്ങുക. എന്നിട്ട് എന്താ പറയുന്നത്? 20 സെക്കൻഡ് നേരത്തെ കല്ലിന് യൂണിഫോം ആക്സിലറേഷൻ ആണെന്നാണ്. യൂണിഫോം വെലോസിറ്റിയാണ്, യൂണിഫോം മോഷനാണെന്നല്ല, ആക്സിലറേഷൻ യൂണിഫോം ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമമായിട്ടാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? യൂണിഫോം ആക്സിലറേറ്റ് മോഷൻ്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ടൈം ആക്സുമായിട്ട് സ്ലോപ്പ് ഉണ്ടാകും. ചരിഞ്ഞ ഗ്രാഫായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ നീല നിറത്തിൽ കാണുന്ന ആ വര ആദ്യത്തെ 20 സെക്കൻഡിലെ കല്ലിൻ്റെ വെലോസിറ്റി വേരിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമയം 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ബസ്സിന് 20 m/s വെലോസിറ്റി
ലഭ്യമായിരിക്കുന്നു. ഇനി 12 സെക്കൻഡ് നേരത്തേക്ക് ഇതേ വെലോസിറ്റിയിലാണ് ബസ് സഞ്ചരിക്കുന്നത്, അതായത് 20 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ, അതായത് യൂണിഫോം മോഷനിലാണ്. നമുക്കറിയാമല്ലോ, യൂണിഫോം മോഷനിലുള്ള വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പക്ഷേ എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആ കാണുന്ന പാരലൽ ലൈൻ, നീല നിറത്തിലുള്ള പാരലൽ ലൈൻ 20-ാം സെക്കൻഡ് മുതൽ 32-ാം സെക്കൻഡ് വരെയുള്ള സമയത്തെ യൂണിഫോം മോഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മൊത്തം സമയം 32 സെക്കൻഡ്. ഇപ്പോഴത്തെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താണ് പറയുന്നത്? വെലോസിറ്റി ബിഗിൻസ് ടു ഡിക്രീസ് എന്നാ, യൂണിഫോം ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ 20-ൽ നിന്ന് കുറഞ്ഞ് 0-ൽ എത്തുന്നു എന്നാണ് പറയുന്നത്. അതിന് എത്ര സമയം എടുക്കുന്നുണ്ട്? 10 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഗ്രാഫ് വരച്ചു. അപ്പോൾ അവസാനം വരച്ചിരിക്കുന്ന ചെരിഞ്ഞ വര റിട്ടാർഡേഷനെ കാണിക്കുന്നു. അങ്ങനെ 42-ാമത്തെ സെക്കൻഡിൽ ഇത് റെസ്റ്റിലെത്തിച്ചേരുന്നു, വെലോസിറ്റി 0 ആകുന്നു. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് പൂർത്തിയായി. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇനി അതിലടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ. ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടിയാൽ ആ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണക്കാക്കിയാൽ അത് ന്യൂമറിക്കലി അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കൂ. ഇവിടെ ചിത്രത്തിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതൊരു ട്രപ്പീസ്യമാണ്, ലംബകമാണ്. അപ്പോൾ ആ ട്രപ്പീസിൻ്റെ ഏരിയ കണ്ടാൽ സംഖ്യാപരമായി അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. എന്താണ് ട്രപ്പീസിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല? ½ h/a+b. h എന്ന് പറയുന്നത് പാരലൽ സൈഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഗ്രാഫിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അകലം എന്ന് പറയുന്നത് 20 ആണ്. ദെൻ AB എന്ന് പറയുന്നത് പാരലൽ സൈഡുകളുടെ നീളമാണ്. അത് 42-ഉം മറ്റേത് 20 മുതൽ 32 വരെ അഥവാ 12-ഉമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഫോർമുലയിൽ കൊടുക്കാൻ ആവശ്യമായ 3 വിലകളും ലഭ്യമാണ്. ഫോർമുല എഴുതുന്നു. ½ h/a+b. അതിൽ ½ hന് 20 എന്ന് കൊടുത്തു, ഇൻറ്റു 42 + 12. 20-യും 2-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 10 കിട്ടും. 10 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 54. 10 × 54 = 540 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ 42 സെക്കൻഡ് കൊണ്ട് ബസ്സിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 540 മീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബസ് ഈക്വൽ? ജസ്റ്റിഫൈ. ഈ ബസ്സിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ബസ് സഞ്ചരിക്കുന്ന യഥാർത്ഥ ഡിസ്റ്റൻസും തുല്യമായിരിക്കുമോ എന്നാണ്. അതെങ്ങനെ അറിയും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓബ്ജക്റ്റ് ഒരേ ഡിറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കൂ. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം, തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ വെലോസിറ്റി പോസിറ്റീവ് തന്നെയാണ്. ഗ്രാഫ് വളഞ്ഞും ഒക്കെ തിരിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വെലോസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദിശ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെലോസിറ്റിയുടെ ഡിറക്ഷനും മാറുമായിരുന്നു. അഥവാ വെലോസിറ്റി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കൊക്കെ മാറുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കെന്ത് ഗ്രാഫ് കണ്ടാൽ അറിയാം? തുടക്കം മുതൽ നമ്മൾ പരിഗണിച്ച മുഴുവൻ സമയവും വെലോസിറ്റി പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. അഥവാ ഈ ബസ് സഞ്ചരിച്ചത് ഒരേ ദിശയിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിനുണ്ടാകുന്ന ഡിസ്റ്റൻസും. ഇനി അതിലെ അവസാന ഒരു ചോദ്യം, ഇതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ? ഈ ബസ് സഞ്ചരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ആദ്യത്തെ 20 സെക്കൻഡ് നേരം നമുക്കറിയാം ഇതിന് ആക്സിലറേഷൻ ഉണ്ട്, പക്ഷേ ആക്സിലറേഷൻ യൂണിഫോമാണ്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ആക്സിലറേഷൻ യൂണിഫോമാണ്. അപ്പോൾ സ്വാഭാവികമായും ഗ്രാഫ് എങ്ങനെ വരുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ് ആക്സിന് അല്ലെങ്കിൽ ടൈം ആക്സിന് പാരലായിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ആദ്യത്തെ 20 സെക്കൻഡിലെ ആക്സിലറേഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ലൈനാണ്.
മാത്രവുമല്ല എക്സ് ആക്സിന് പാരലലുമാണ്. ഇനി 20-ാം സെക്കൻഡിൽ എന്താ സംഭവിക്കുക? 20-ാം സെക്കൻഡിൽ എത്തുമ്പോൾ ആക്സിലറേഷൻ 0 ആവുക ചെയ്യുക. എന്താ കാരണം? തുടർന്ന് ഇനി എന്തില്ല, കുറേ നേരത്തേക്ക് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്രോപ്സ് ടു 0. അപ്പോൾ ആ ഗ്രാഫ് എവിടെ എത്തി? എക്സ് ആക്സിലേക്ക് എത്തി. ഇനി നോക്കൂ, 20-ാം സെക്കൻഡ് മുതൽ 32-ാം സെക്കൻഡ് വരെ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ ഗ്രാഫ് എവിടെ തന്നെ ആയിരിക്കും? എക്സ് ആക്സിൽ തന്നെ ആയിരിക്കും. അങ്ങനെ 32 സെക്കൻഡ് കഴിഞ്ഞു. 32 സെക്കൻഡ് എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ബോഡി ബിഗിൻസ് ടു ഡീസലറേറ്റ്സ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, അഥവാ ആക്സിലറേഷൻ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അത് റിട്ടാർഡേഷനാണ് ഉണ്ടാവുക, അഥവാ ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്സിലറേഷൻ നെഗറ്റീവാണ്. എന്താ കാരണം? വെലോസിറ്റി കുറഞ്ഞാണ് വരിക. നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഗ്രാഫ് താഴേക്ക് വരച്ചത്. അപ്പോൾ തുടർന്ന് എന്താണ്? 10 സെക്കൻഡ് നേരത്തേക്ക് ഒരേ ആക്സിലറേഷനിൽ അത് മൂവ് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആദ്യത്തെ 12 സെക്കൻഡിൽ 20 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലെത്തുക. അപ്പോൾ ആക്സിലറേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 1 ആണ് കിട്ടുക. ന്യൂമറിക്കൽ വാല്യൂ കാണേണ്ട ആവശ്യം ഇവിടെ ഇല്ല, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ആക്സിലറേഷൻ 1 ആണ്. അപ്പോൾ അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഗ്രാഫിൽ. എന്നാൽ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 0യിലേക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് 10 സെക്കൻഡ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 - 20 ഡിവൈഡഡ് ബൈ 10 ആണ്. 10 സെക്കൻഡ് കൊണ്ടാണല്ലോ. അപ്പോൾ ആക്സിലറേഷൻ 2 ആണ്. അതുകൊണ്ടാണ് ആ ഗ്രാഫ് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അഥവാ അവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് 32-ാം സെക്കൻഡിൽ ആക്സിലറേഷൻ -2യിലേക്കാണ് മാറുക എന്നോട് ഓർക്കുക. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചോളം അതിൻ്റെ വാല്യൂവിന്, ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് നിങ്ങൾ എഴുതുന്ന നിർബന്ധമൊന്നുമില്ല, എങ്കിലും കൃത്യതയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ.